Hello dears, this is Rija. Welcome to our channel Amoyari. ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് നമ്മളുടെ എല്ലാം ജീവിത വിജയത്തിന്റെ തന്നെ താക്കോലായ മോട്ടിവേഷൻ അതിനെ പറ്റിയാണ്. ഒരു മോട്ടിവേഷൻ നമ്മളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? മോട്ടിവേഷന്റെ അഭാവത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു മോട്ടിവേറ്റർക്ക് എന്താണ് റോൾ? അത് ആ കുട്ടിയെ എങ്ങനെ ബാധിക്കുന്നു? നമുക്കിതിലേക്കൊന്ന് പോയാലോ? മോട്ടിവേഷൻ ഇസ് എൻ ഇന്റേണൽ ഫോഴ്സ്. നമുക്കിത് വളരെയധികം സന്തോഷം തരുന്നു, പലതും ചെയ്യാനുള്ള താല്പര്യം തരുന്നു, അതിലുപരി ഒരു സമാധാനം ഉണ്ടാക്കുന്നു, ഒരു ധൈര്യം ഉണ്ടാക്കുന്നു, അല്ലേ? ഒരു മോട്ടിവേറ്റിംഗ് തോട്ട് ഒരു ദിവസത്തെ നമ്മളുടെ ഒരു ലൈഫിനെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഇന്ന് നമ്മൾ ജീവിതത്തിൽ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് ടെക്നോളജിയുടെയും പിന്നിൽ ഒരു മോട്ടിവേറ്റഡ് പേഴ്സൺ ഓർ ഒരു മോട്ടിവേറ്റിംഗ് തോട്ട് ഉണ്ടായിരിക്കും. ഇന്നത്തെ നമ്മളുടെ മോട്ടിവേഷൻ ആയിരിക്കും നാളത്തെ വിജയമാകാൻ പോകുന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ മുന്നിൽ കാണുന്ന, നമ്മുടെ വീടിന്റെ അടുത്ത് കാണുന്ന, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള, നമ്മുടെ ഓഫീസിലുള്ള ഓരോരുത്തരെയും മോട്ടിവേറ്റ് ചെയ്യാനുള്ള എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അതിൽ നിന്നും ഒരിക്കലും പിന്മാറരുത്. What happens when we will get motivated? Let's come to it. Motivation arouses interest. Interest is the mother of attention, and attention is the mother of learning. So learning is impossible without motivation. ഇപ്പോൾ നമുക്ക് മനസ്സിലായി പഠനത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മോട്ടിവേഷൻ, എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ. നമ്മൾക്ക് ഈ മൂന്നമ്മമാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കുട്ടിയുടെയും ജീവിതത്തിൽ. അത് കൊടുക്കേണ്ട കടമ കൂടെയുള്ള നമുക്ക് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ഒരു നോട്ടം, നമ്മളുടെ സ്നേഹത്തോടെയുള്ള നോട്ടം, കെയറിങ്, ഷെയറിങ്, അവരുടെ എന്ത് കാര്യം നമ്മളോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, ഇതെല്ലാം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാനുള്ള, അവരെ മോട്ടിവേറ്റ് ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരുപാട് സ്വത്ത് സമ്പാദിക്കുന്നു, അവരെ പല പല ഫീൽഡിലും മേഖലകളിലും ചേർക്കുന്നു, അതിൽ വിജയത്തെ പ്രതീക്ഷിക്കുന്നു. അതിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ അവരെ സ്നേഹിച്ച് അവരുടെ കഴിവുകൾ മനസ്സിലാക്കി ആ കഴിവുകൾക്കനുസരിച്ച് അവരുടെ താല്പര്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന വഴിയിൽ അവർ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്താൽ ഒരുപക്ഷെ നാളേക്ക് നമുക്കുണ്ടാകുന്ന വിജയം വളരെ വലുതായിരിക്കും. പലർക്കും മോട്ടിവേഷൻസ് ലെവൽ വ്യത്യസ്തമായിരിക്കും. ഒരേ കാര്യത്തിൽ പലരും ഒരേ എഫിഷ്യൻസി, ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ള പലരും പലതരത്തിലായിരിക്കും അതിന്റെ റിസൾട്ട് കൊണ്ടുവരുന്നത്. ബിക്കോസ് അവർ വ്യത്യസ്തമായ രീതിയിലായിരിക്കും മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം. നമ്മൾക്ക് ഒരു 10 കുട്ടികളുടെ കാര്യം എടുത്താലോ, 10 കുട്ടികൾക്ക് നമ്മൾ ഒരേ ടാസ്ക് കൊടുക്കുന്നു. 10 കുട്ടികളും അതിന്റെ റിസൾട്ടിലേക്ക് വരുമ്പോൾ 10 വ്യത്യസ്തമായ റിസൾട്ട് ആയിരിക്കാം കൊണ്ടുവരുന്നത്. അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കാം അവർ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ റിസൾട്ടിനും നമ്മൾ അതിനുശേഷം അവരോട് പ്രതികരിക്കുന്നതിന് മുമ്പും നമ്മൾ അവരെ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടി മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മൾക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാകുന്നു. നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യാറില്ലേ? നമ്മൾക്കും ഒരു മാറ്റം നമുക്ക് കാണാം. നമ്മളുടെ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം നാളത്തെ വിജയം.
നാളെ നമ്മൾ വിജയകരമായി നമ്മളുടെ കുട്ടികൾ, അടുത്ത ജനറേഷൻ അനുഭവിക്കാൻ പോകുന്ന വിജയങ്ങൾക്ക് പിന്നിൽ ഇന്ന് നമ്മുടെ ഒരു മോട്ടിവേഷൻ ആണെങ്കിലോ, അതിൽ പരം വേറെന്തുണ്ട്? സോ ഒരു പാരന്റ്, ഒരു ടീച്ചർ, ഒരു ആസ് എൻ എൽഡർ, ഓരോ കുട്ടിയെയും, മുന്നിൽ കാണുന്ന ഓരോരുത്തരെയും സാഹചര്യത്തിനൊത്ത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക എന്നത് നമ്മളുടെ ഒരു കടമ തന്നെയാണ്. മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരവസരവും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇൻട്രസ്റ്റ്, അറ്റൻഷൻ, ലേണിംഗ്, ഇത് മൂന്നും ഒരാളുടെ ജീവിത വിജയത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. So your motivation may be the reason for tomorrow's success, and see the changes in yourself. Thank you.